നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി നാളെ ജയിൽ മോചിതനാകും. 7.5 വർഷത്തിനു ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചതോടെ കേസിന്റെ ഭാവി ഇനി എന്ത് എന്നത് ഏറെ നിർണായകവുമാണ്. അലി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ, പ്രോസിക്യൂഷൻ കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. കോടതി അതിനുള്ള അനുവാദം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കടുത്ത നിബന്ധനകളോടുകൂടിയായിരിക്കും പൾസർ സുനി പുറത്തിറങ്ങാൻ പോകുന്നത്. പക്ഷേ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ സ്വാധീനിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നത് നിശ്ചയമാണല്ലോ. ആ സ്വാധീനത്തിൽപ്പെട്ട പൾസർ സുനി പെട്ടുപോയാൽ ഈ കേസിന്റെ ഗതി എന്താകും എന്നതല്ലേ വലിയൊരു ആകാംക്ഷ അലി? തീർച്ചയായും അരുൺ, ഈ പറഞ്ഞതുപോലെ കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലായി 7.5 വർഷത്തിനിപ്പുറമാണ് ഇതിലെ പ്രതിയായ പൾസർ സുനി ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. ഈ കേസ് ഇങ്ങനെ ദീർഘകാലമായി അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നുവെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഈ വിചാരണ കോടതികളെ കോടതി നടപടികൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നടപടിയിലേക്കും പോയത്. ഇതിൽ ഏറ്റവും പ്രധാന വിഷയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് അരുൺ പറഞ്ഞത് തന്നെയാണ്. സ്വാഭാവികമായും പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഇനി ഏതെല്ലാം നിലയിലുള്ള സ്വാധീനം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത് അപകടകരമാണ് എന്ന നിലപാടിൽ സംസ്ഥാനം കൃത്യമായി ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ഇതിനെ കൂടി മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം ഉണ്ടായതും. സ്വാഭാവികമായും പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങൾ, ഈ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ച് ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നിലനിൽക്കെ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ തീരുമാനം. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഇനി ഏതെല്ലാം നിലയിലുള്ള സ്വാധീനങ്ങൾ അല്ലെങ്കിൽ വിലക്കെടുക്കലുകൾ നടത്തും എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ റിപ്പോർട്ടർ ടിവിയോട് തന്നെ ഈ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ഇനിയാണ് ദിലീപിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നത് എന്നായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഇനിയാണ് ദിലീപിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നത്. ഈ സ്വാഭാവികമായും അതിജീവിതയ്ക്ക് നേരെ ഭീഷണി ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക്, നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത്, പൾസർ സുനി സ്വാഭാവികമായും പുറത്തിറങ്ങുമ്പോൾ ഇനി എന്ത് എന്നതാണ് ഈ കേസിന്റെ നാൾ വഴികൾ ഇത്രയും നാൾ നോക്കുമ്പോൾ മുന്നോട്ട് ഏത് നിലയിലാകും ഇതിന്റെ ഭാവി എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. നാളെ പൾസർ സുനി ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങും. നാളെയോ മറ്റന്നാളോ എന്നാണ് ഈ ഘട്ടത്തിനും അറിയുന്നത്. പക്ഷേ നാളെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ പൾസർ സുനിയുടെ അമ്മ ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ടിവിയോട്. മകന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, സ്വാഭാവികമായും മകൻ പുറത്തിറങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടാവും എന്നൊക്കെയുള്ള പ്രതികരണമായിരുന്നു അവർ നടത്തിയത്. സ്വാഭാവികമായും പ്രോസിക്യൂഷന് കർശന നടപടികളോടുകൂടി, ഉപാധികളോടുകൂടി ജാമ്യം അനുവദിക്കാം എന്ന് സുപ്രീം കോടതി ഒരു മുന്നോട്ട് നിരീക്ഷണം വച്ച സാഹചര്യത്തിൽ ആ നിലയിൽ തന്നെയായിരിക്കും ജാമ്യവും ഉണ്ടാവുക. എന്തായാലും നാളെയും മറ്റന്നാളും ഉള്ളിൽ, നാളെ തന്നെ എന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പറയാൻ കഴിയും, പൾസർ സുനി പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ.